First of all, this is not the eighth bomb. Eighth bomb is coming. This is something I'm saying after solid proof that I'm going to show you, the youth of India, the people of India today. Proof that is black and white, absolutely clear, that the Chief Election Commissioner of India is protecting the people who have destroyed Indian democracy. ഈ വോട്ട് കൊള്ളയ്ക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ മണ്ഡലത്തിൽ ഈ അലന്ത് എന്ന് പറയുന്ന മണ്ഡലത്തിലെ 6000-ലധികം വോട്ടുകൾ, അതായത് കോൺഗ്രസ്സിന് വരേണ്ടിയിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ടർമാരെന്നറിയപ്പെടുന്ന 6018 പേരുടെ വോട്ടുകൾ ഒഴിവാക്കി അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. അതിന് ഉപയോഗിച്ച മാർഗങ്ങളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തുറന്നു കാണിക്കുന്നത്. അതായത് വളരെ സാങ്കേതികമായ കഴിവുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നടന്നിരിക്കുന്നത്. അത് വ്യക്തികൾ നടത്തിയതല്ല, ഒരു വലിയ തോതിലുള്ള ഒരു സംഘം, ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഇതുണ്ടായത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണം. അതായത് ഈ 6000 പേരെ നീക്കം ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതായത് ഒരു ബൂത്ത് ലെവൽ ഓഫീസർക്ക് ഒരു സംശയം തോന്നിയതിനെ തുടർന്നാണ് ഈ അന്വേഷണങ്ങൾ തുടങ്ങുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് ഈ ബൂത്ത് ലെവൽ ഓഫീസറുടെ അമ്മാവൻ്റെ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ അന്വേഷണവുമായി അദ്ദേഹം ഇറങ്ങുന്നത്. ആ അന്വേഷണത്തിനൊടുവിൽ ചെന്നെത്തുന്നത് ഈ അമ്മാവൻ്റെ വോട്ട് അയൽവാസി തന്നെയാണ് ഡിലീറ്റ് ചെയ്യാൻ എഴുതി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ അപേക്ഷ അല്ലെങ്കിൽ ആ ഫോമിൽ നിന്നും മനസ്സിലായത്. അങ്ങനെ ഈ അയൽവാസിയെ കാണുമ്പോൾ അയൽവാസി പറയുന്നു, ഞാനിത് അറിഞ്ഞിട്ട് പോലുമില്ല എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ അന്വേഷണം ചെല്ലുമ്പോഴാണ് ഈ മൊബൈൽ നമ്പറുകൾ പലതും സംസ്ഥാനത്തിന് പുറത്തുള്ള നമ്പറുകളാണ് എന്നുള്ളതും ഒരു വോട്ടർ പട്ടികയിലെ ആദ്യത്തെ വോട്ടറെയാണ് ഈ ഡിലീറ്റ് ചെയ്യാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സംഘടിതമായ ഒരു നീക്കമാണ്. അതിനുവേണ്ടി ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വ്യക്തിഗതമായ ഓപ്പറേഷൻ അല്ല, ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും സംഘടിതമായി നടത്തിയ വോട്ട് ഡിലീഷനാണ് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളിലൊന്ന്. മറ്റൊന്ന്, മഹാരാഷ്ട്രയിലെ രജൗറ മണ്ഡലവും അദ്ദേഹം ഇതേ സമാനമായ രീതിയിലുള്ള ഓപ്പറേഷൻ നടന്നിരിക്കുന്നു. 6000-ലധികം വോട്ടുകൾ അവിടെയും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.